പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പരിഹരിച്ചിട്ട് പറയാം. ഈ നൂറ്റാണ്ടിൽ പരിഹരിച്ചു കഴിയൂ? അമ്മ നോക്കിക്കോ, വരുന്ന മകരമാസത്തില് അമ്മ ആഗ്രഹിക്കുന്ന പോലെ മംഗലം നടക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ മാസം നടക്കുന്ന ജ്യോത്സ്യം പറഞ്ഞത്. ചിലപ്പോ അതും സംഭവിച്ചെന്ന് വരും. എനിക്ക് വെറുതെ ആഗ്രഹം തരാതെ നീ ഒന്ന് താല്പര്യം എടുക്കടാ. ശരി അമ്മേ. പോയിട്ട് വരാമേ. അമ്മ വിഷമിക്കണ്ട. അമ്മയുടെ ഏതവസ്ഥയിലും കൂടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. അവൾ ഇവിടെ വന്നു കഴിഞ്ഞാ പിന്നെ അമ്മ അവളെ വേറെ എവിടേക്കും വിടില്ല. അത്രയ്ക്കും നല്ല സ്വഭാവ. അമ്മയെപ്പോലെ നല്ല സ്വഭാവം. പോട്ടെ അമ്മ. എന്നാ പോയിട്ട് രാമ. ചെന്ന ഉടനെ വിളിക്കണേ മോനെ. ആമേ. എടി, ഈ സമയത്ത് ഒരിക്കലും ഉണരാത്ത ഞാനാ. പക്ഷെ നീ വന്നതിന് ശേഷം എനിക്ക് ഉറക്കമേ ഇല്ല. എന്താ ഇവിടെ പ്രശ്നം? എന്റെ അമ്മായി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറം ഇവളുടെ സ്വഭാവം. അതിന് ഇപ്പോഴെന്താ സംഭവിച്ചത്? നോക്കി, വീണ്ടും ഒളിഞ്ഞു നോക്കി. അമ്മായി അരുണിനെ യാത്രയാക്കിയപ്പോ ഇവള് കർട്ടൻ നീക്കിയിട്ട് രംഗം നിരീക്ഷിക്കുകയായിരുന്നു. ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാ. കേട്ടല്ലോ, ഇവക്ക് ഏത് നേരവും ആണുങ്ങളെ വെറുതെ നോക്കണം. ഒരു ദിവസം ഒരാളെങ്കിലും കണ്ടില്ലെങ്കിൽ മനസ്സമാധാനം കിട്ടില്ല. എന്റെ അമ്മോ, നമിച്ച് നിന്നെ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാമായി, അവൻ ഇനി തിരിച്ചു വരുന്നതിന് മുൻപ് ഇവള് തിരിച്ചു പോണം. നമ്മുടെ വീടിന് പറ്റിയ പെണ്ണല്ല ഇവള്. നല്ല ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും കയ്യിലെടുത്തത് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാനാ. അവളെ രാവിലെ എണീറ്റ് തന്നെ അരുണിന് ചായ ഉണ്ടാക്കാൻ വേണ്ടിയാ. അത് വലിയ ത്യാഗമായി പോയല്ലോ. ഇവള് രാവിലെ എണീറ്റതേ ചായ ഉണ്ടാക്കാനല്ല മായി, അരുണിനെ കാണാനാ. ഇവളെ കാർത്തിക നല്ല വിളിക്കേണ്ടത്, മറ്റു പേരിട്ടാ. നിനക്ക് അമ്മയില്ലെന്നല്ലേ പറഞ്ഞത്? നിന്നെ പോലൊരു പെണ്ണിനെ അത് കാണില്ല. അങ്ങനെ ഒരു വൃത്തികെട്ട സാഹചര്യത്തിലായിരിക്കും നീ ജനിച്ചത്. അങ്ങനെ ഒരു അമ്മയുടെ മോളായിരിക്കും നീ. മോളെ, നീ ഇന്ന് നിർത്ത്. ഞാൻ ഉറക്കം എണീക്കില്ലാന്ന് കരുതിയാ ഇവളീ പരിപാടി കാണിച്ചത്. ഇല്ലടി, നീ പോകുന്നവരെ നിന്റെ ഉറക്കത്തിന്റെ ആഴം അളന്നിട്ടേ ഞാൻ കിടക്കൂ. അരുണങ്ങ് പോയി, പിന്നിവിടെ ആണുള്ളതേ എന്റെ അനന്തോട്ടം മാത്രമേ ഉള്ളൂ. നിനക്ക് ആണുങ്ങളെ കണ്ടല്ലേ പറ്റൂ, അതുകൊണ്ട് ഞാനാ സൂക്ഷിക്കേണ്ടത്. പൊടി, കാഴ്ച കാണാൻ കൊള്ളത്തില്ല ഇവളെ. എന്റെ പതിവ് കാഴ്ച ഇവളാ. പോ. അരുണിനെ ഞാൻ യാത്രയാക്കാൻ പോയപ്പോ അവളൊന്ന് വന്നു നോക്കി. അത് അത്രയ്ക്ക് വലിയ തെറ്റായി പോയോ? പ്രോത്സാഹിപ്പിക്ക് അമ്മായി, പ്രോത്സാഹിപ്പിക്ക്, വെച്ച് വളർത്ത്. ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. തൽക്കാലം പറയണ്ട. എന്തിനാ വെറുതെ ആ പാവത്തിനെ തല്ലു കൊള്ളിക്കുന്നത്? അങ്ങനെയെങ്കിലേ അമ്മായി വിലക്കണം. ഈ സ്വഭാവം അവസാനിപ്പിക്കാൻ പറയണം. ഞാൻ പറയാം.
രാവിലെ എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. മോളെ, അനന്തവനെ ഉണർത്തിയിട്ടൊന്ന് റെഡിയാവാൻ പറ. മോളും റെഡിയാവ്. എന്റെ മനസ്സ് ശരിയല്ല അമ്മായി, ഞാൻ വരുന്നില്ല. അമ്മായി അനന്തോട്ടിനെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. എന്തൊരു പെണ്ണ ഇവള്. അവളുടെ സ്വഭാവം അറിയാലോ. ഇഷ്ടപ്പെടാത്തത് കണ്ട പ്രതികരിക്കും, മുഖത്ത് നോക്കി തന്നെ. നിനക്ക് അവള് 2-3 തവണ താക്കീത് തന്നതല്ലേ, പിന്നെ എന്തിനാ അങ്ങോട്ട് വന്നത്? സാറ് പോയെന്ന് കരുതിയാ വന്നത്. ജോലിക്കാരികൾ നിൽക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടെ നിൽക്കണം. അങ്ങനെ പോയാ നിനക്കിവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിൽക്കില്ല കാര്യങ്ങള്. അവളുടെ അമ്മയുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ. ദേവനന്ദ വന്നു കഴിഞ്ഞാ പിന്നെ അനന്തു അരുണും ഒക്കെ അവളുടെ മുന്നിൽ പൂച്ചകളാ. എന്റെ കാര്യവും അങ്ങനെ തന്നെ. എന്നെക്കാളും ഏറെ ഇളയതാണെങ്കിലും അരുണിന്റെ അച്ഛന്റെ ജീവിതത്തിൽ അവൾക്കുള്ള പ്രാധാന്യം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വന്ന നാൾ മുതൽ അവളെ അനുസരിച്ചേ പോയിട്ടുള്ളൂ. മറ്റൊരു വീട്ടിലാ മഞ്ജുവിന്റെ അമ്മ താമസിക്കുന്നെങ്കിലും അവിടുത്തെ ഇവിടുത്തെ അവസാന വാക്കും അവളാ. മഞ്ജുവിന്റെ വാക്ക് കേട്ട് അവളുടെ അമ്മ നിന്നോട് പോകാൻ പറഞ്ഞാ പിന്നെ പോയേ പറ്റൂ. ഞാൻ വേണമെങ്കിൽ ഇന്ന് തന്നെ പോയിക്കോളാം. വന്നിട്ട് ഒരാഴ്ച പോലും തികഞ്ഞില്ലല്ലോ, അതിനു മുമ്പ് പോയാലോ? നിന്നെ എനിക്കിഷ്ടപ്പെട്ടു. ഈ വീട്ടിലേക്ക് ആണുങ്ങൾ വരുമ്പോ നീ ഈ അടുക്കള വിട്ട് മുൻവശത്തേക്കൊന്നും വരാതിരുന്നാ മതി. ദേ, ഞാൻ അനന്തോനെയും കൂട്ടി അമ്പലത്തിൽ പോവാൻ പോവാ. തിരിച്ചു വരുന്നത് വരെ മഞ്ജു എന്തു പറഞ്ഞാലും അതിനൊന്നും മറുപടി പറയാൻ നിക്കണ്ട. അതുപോലെ അനന്തുവിന്റെ തലവട്ടം കണ്ട മാറിപ്പൊയ്ക്കോണം. ആ ഭാഗത്തേക്ക് നോക്കരുത്. നോക്കിക്കഴിഞ്ഞാലുള്ള പ്രശ്നം ഞാൻ പറയണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ മഞ്ജുവിന് സംശയം കുറച്ച് കൂടുതലാ. അവളുടെ അമ്മയും അങ്ങനെ തന്നെ. ആണുങ്ങളെ ഇടം വലം തിരിയാൻ സമ്മതിക്കൂല, അന്യ പെണ്ണുങ്ങളെ അടുപ്പിക്കത്തൂല്ല. അത് മനസ്സിലായി കഴിഞ്ഞാ അതിനനുസരിച്ച് വേണം ജീവിക്കാൻ. സമ്മതമാ. സാറിനോട് ഒത്തിരി ഇഷ്ടമുണ്ട്. സാറിനൊപ്പം ഉള്ള ജീവിതം എന്നെപ്പോലുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം പോലും കാണാൻ പറ്റാത്തതാ. അവളുടെ ഫോൺ കിട്ടിയ ഇന്ന് അവളുടെ കള്ളത്തരം പൊളിക്കാം.
എവിടാവും? മതിയടി നിന്റെ ജോലി. ഞാൻ പിന്നാലെ നടന്നിട്ടും നീ എന്റെ കണ്ണു വെട്ടിച്ച് അരുണുമായിട്ട് അടുത്തല്ലേടി? അതും 2 ദിവസം കൊണ്ട്. എന്ത് പറഞ്ഞാലും അവളുടെ ഒന്നും അറിയാത്ത പോലുള്ള ഒരു നോട്ടം, നിഷ്കളങ്കമായ നോട്ടം. ഇതാരുടെ പടവാടി? ഇതാരുടെ പടം? നീ അരുണുമായിട്ട് സംസാരിച്ചതാ. എത്ര നേരം സംസാരിച്ചെന്ന് നോക്ക്. നോക്കടി. ഇത്ര ദിവസവും പറഞ്ഞു വിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്നാൽ ഇനി അതില്ല. പൊക്കോണം ഈ നിമിഷം ഇവിടുന്ന്. എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാ എടുത്തോണ്ട് പൊയ്ക്കോണം. നോക്കാനൊന്നുമില്ല. കരഞ്ഞ അമ്മായിയുടെ കാല് പിടിച്ചാലും നടക്കില്ലടി. എടി, തെളിവോടെയാ പിടിച്ചത്. ഇനി നീ പറയുന്നത് ഒന്നും കേക്കണ്ട. അരുണിന്റെ മൊബൈൽ നമ്പർ നീ എങ്ങനെയോ സംഘടിപ്പിച്ചു, അല്ലെങ്കിൽ അവൻ നിനക്ക് തന്നു. എന്നിട്ട് രാത്രി ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഉണർന്നിരിക്കുമ്പോ വിളി നടക്കില്ല എന്ന് കണ്ട് ഞാൻ ബെഡ്റൂമിൽ കയറിയ സമയത്ത് നീ വിളിച്ചിട്ടുണ്ട്. ഇനി പറയടി, വിളിച്ചില്ലാന്ന് പറ, അല്ലെങ്കിൽ അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറ. കള്ളം പറയാൻ ഒട്ടും മടിയും ഇല്ലാത്തവളല്ലേ നീ. അതുകൊണ്ട് എന്തും പറയാലോ. എന്നാലും അവൻ ഇത്രയ്ക്ക് ചീപ്പാണല്ലോ എന്ന് ആലോചിക്കുന്നേ. എന്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ നിന്റെ അവന്റെ കഴുത്തിറക്കും. അതുകൊണ്ട് തൽക്കാലം ഞാനിത് ആരോടും പറയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നടക്കണം. നീ ഇറങ്ങണം ഇപ്പോ ഇവിടുന്ന്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. അദ്ദേഹം നിരപരാധിയാ. അറിയാടി, അവനങ്ങനെ പെൺകുട്ടികളെ ഒന്നും നോക്കാത്ത കൂട്ടത്തിലായിരുന്നു. അതിന് മാറ്റം വരുത്തിയതേ നീ ഒറ്റ ഒരുത്തിയാ. നീ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊള്ളാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ചില സംശയങ്ങൾ തോന്നി തുടങ്ങിയതാ. അവസാനം പാചകക്കാരി എല്ലാത്തിലും മിടുക്കിയാണെന്ന് തെളിയിച്ചു. മതി, ഇത്രത്തോളം മതി. ഇനി മറ്റേതെങ്കിലും വീട് നോക്ക്. നിനക്ക് പറ്റുന്ന വീടുകൾ ഒരുപാടുണ്ടാവും. വീട്ടമ്മമാരുടെ നോട്ടം എത്താത്ത വീടുകള്. അവിടെ പോയി ആണുങ്ങളെ ചാക്കിട്ട് പിടിക്കും. ഇത് ഇവിടെ പറ്റില്ല. ഓ, പിന്നെ എന്തിനാണ് നോക്കി നിൽക്കുന്നേ? എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് പോ. പോടി, പോവാൻ. പോടി. ഇനിയൊരു ജോലിക്കാരിയെ കിട്ടുന്നത് വരെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചോളാടി. എന്നാലും നിന്റെ സേവനം വേണ്ട. ദാ നിന്റെ ഫോണ്.
ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. അവനൊരു മാന്യൻ. ഇന്നത്തോടെ അവന്റെ മാന്യത ഞാൻ അവസാനിപ്പിക്കും. ഏട്ടത്തെയാണല്ലോ. എന്താ എടുത്തി? കൊള്ളാടാ, നിന്നീന്ന് ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തു വരെ എടുത്തി? അനന്തുവേട്ടനൊപ്പം അമ്മായി അമ്പലത്തിൽ പോയിരിക്കുക. അതുകൊണ്ട് അവരാരും ഒന്നും അറിഞ്ഞിട്ടില്ല. നീ എപ്പോഴാടാ ഇവിടെ വന്ന ഒരുത്തിയുമായിട്ട് അടുത്തത്? അതിനുള്ള സമയം നിനക്ക് എപ്പോഴാ കിട്ടിയത്? ഏടത്തി എന്തൊക്കെ പറയുന്നേ? ഇനി നീ ഒന്നും മറച്ചു വെക്കണ്ട. ഞാൻ പിന്നാലെ നടന്നതാ. അവൾ ഒളിഞ്ഞു നോക്കിയപ്പോഴൊക്കെ പിടിച്ചതാ. എന്നിട്ടും വിട്ടില്ല നീ. എത്ര പ്രാവശ്യം നീ അവളുമായിട്ട് മൊബൈലിൽ സംസാരിച്ചിരിക്കുന്നേ? ഏട്ടത്തി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ പറയുന്നേ? ഓ, അവനൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കണ്ടു അവളുടെ മൊബൈലിലേക്ക് നീ വിളിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി ഒരു 9-9:30 കഴിഞ്ഞപ്പോ നീ അവളെ വിളിച്ചിട്ടുണ്ട്. അതിനു മുൻപും നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. എന്താ അവളുടെ പേര്? ഓ, പേരും നാളും ഒന്നും അവനെ അറിയാത്ത പോലെ. തൽക്കാലം ഞാനിത് ആരോടും പറയുന്നില്ല. അവളോട് പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മായി അനന്തേട്ടനും വരുന്നതിന് മുൻപ് അവൾ ഇവിടുന്ന് പോണം. ഇനി ഇതൊന്നും ഇവിടെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഫോണിലൂടെ. നാളെ കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും ഞങ്ങൾക്ക് കാണേണ്ടി വരും. എന്നാലും നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ല. ഹലോ ഹലോ എഴുതി. നീ 200-ലാണോ വണ്ടി വിട്ടത്? അമ്മേ അനന്തേട്ടനും അമ്പലത്തിൽ എത്തുന്നതിന് മുമ്പ് നീ ഇങ്ങെത്തിയല്ലോ. നീ പുറപ്പെട്ട സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു 10-30 കിലോമീറ്റർ കഴിയേണ്ടതാ. അവളെവിടെ? ഓ, അപ്പൊ അവളെ കാണാനാണോ വന്നത്? ഇനി അവളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരോടും പറയരുതെന്ന് പറയാനായിരിക്കും വന്നത്. ഏടത്തി വെറുതെ കഥകൾ ഉണ്ടാക്കരുത്. ഞാനാണോടാ കഥകൾ ഉണ്ടാക്കുന്നത്? നീ തെറ്റ് ചെയ്തതുകൊണ്ടാ എന്റെ വിളി വന്നപ്പോ തന്നെ നീ മരണപ്പാച്ചിൽ പാഞ്ഞ് ഇവിടെ എത്തിയത്. അവൾ എവിടെയാന്ന് പറ. ഞാനേ അവളെ പറഞ്ഞു വിട്ടു. കണ്ടോ കണ്ടോ, പറഞ്ഞു വിട്ടു എന്ന് കേട്ടപ്പോ അവന്റെ മുഖം മാറിയത് കണ്ടോ? ഇവിടെ നിന്ന് പോണോന്ന് ഞാൻ താക്കീതോടെ പറഞ്ഞെന്നേ ഉള്ളൂ. എന്താ അത് വേണ്ടേ? ഞാൻ എന്താ ഇപ്പൊ ഏടത്തിയോട് പറയണ്ടേ? നീ ഒന്നും പറയണ്ട. ഇനി ഞാൻ എല്ലാം പറഞ്ഞോളാം. എടാ, വിവാഹപ്രായം കഴിഞ്ഞെന്നൊരു തോന്നലുണ്ടെങ്കിലേ വീട്ടുകാരാലോചിക്കുന്ന ബന്ധത്തിന് സമ്മതം മൂളണം. അല്ലാതെ ഇതുപോലെ കുടുംബത്തിൽ പറഞ്ഞ ആണുങ്ങള് ചെയ്യാത്ത പണിയൊന്നും ചെയ്യരുത്. ആരെങ്കിലും അറിഞ്ഞ എന്തൊരു നാണക്കേടാടാ. വീട്ടു ജോലിക്ക് വന്ന ഒരു പെണ്ണിനോട്. നീ എങ്ങോട്ട് പോവാ? എനിക്ക് അവളൊന്ന് കാണണം. നീ എന്തിനാ അവളെ കാണുന്നേ? കാണുന്നോണ്ട് എന്താ കുഴപ്പം? എന്നെ കാണാൻ അനുവദിക്കാത്തോണ്ടാ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആഹാ, ഇപ്പൊ അങ്ങനെയായോ? നീ കണ്ടില്ലെന്ന് ആരാ പറഞ്ഞത്? നീ കണ്ടു തന്നെയാ ഫോൺ നമ്പർ കളക്ട് ചെയ്തത്. ഒന്ന് ചുമ്മാ ഇരുന്ന് എടുത്തി.
ഇടത്തോളെ കാണുന്നില്ലല്ലോ. മറിഞ്ഞു നിൽക്കാനേ ബഹുമിടിക്കുക. എവിടെയെങ്കിലും ഒളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. എന്തൊരു വെപ്രാളാ ഇത്. ഏടത്തി അവളെ തല്ലുവല്ലും ചെയ്തായിരുന്നോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇറങ്ങി പോണോന്ന് തറപ്പിച്ച് പറഞ്ഞു. ഇനി പോയോന്നും അറിയില്ല. അമ്മ വരുന്നതിന് മുമ്പ് എന്തിനാ അവളെ പറഞ്ഞു വിട്ടേ? അമ്മായി വന്നു കഴിഞ്ഞാലേ അവളുടെ ഒരു കള്ളക്കരച്ചിലുണ്ട്. അത് കണ്ടു കഴിഞ്ഞാ പിന്നെ അമ്മായിയുടെ മനസ്സലിയും. പിന്നെ പറഞ്ഞു വിടത്തില്ല. ഇപ്പോഴും പോയോന്നറിയില്ല. എന്ത് കേട്ടാലും നാണോ മാനോ ഇല്ലാത്ത കൂട്ടത്തില. എന്ന് ഏട്ടത്തി പറഞ്ഞാ മതിയോ? എടാ നിനക്കെന്താ ഇതൊക്കെ കേൾക്കുമ്പോ രസിക്കാത്തത്? നിനക്ക് അവളെ നേരത്തെ അറിയാവുന്നത് പോലാണല്ലോ സംസാരം. നീ ഇവിടെ വന്നതിന് ശേഷം തമ്മിൽ കാണുന്നത് ആരും കണ്ടിട്ടില്ല. അവൾ ഒളിഞ്ഞു നോക്കിയപ്പോ പോലും നീ കണ്ടില്ലെന്നായിരുന്നു വിചാരം. പിന്നെ എങ്ങനെയാണോ ഇത്ര അടുത്തത്? അവളുടെ മൊബൈൽ നമ്പർ എങ്ങനെയാ നിനക്ക് കിട്ടിയത്? അതെങ്ങനെയാണെന്നൊന്നും ഏട്ടത്തി അറിയണ്ട. അമ്മക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായിരുന്നു. അനാവശ്യ സംശയം ഉള്ളിൽ വെച്ചിട്ട് ഏട്ടത്തി അവളെ പറഞ്ഞു വിട്ടതാ. ദേ, വേറെ ആരെങ്കിലും ഇത് പറഞ്ഞിരുന്നെങ്കിൽ മുന്നും പിന്നും നോക്കാതെ ഞാൻ തല്ലിയനെ. ഇത് നീ ആയിപ്പോയി. അവളുടെ ബെഡ്റൂമിലും കൂടി നോക്കാം. ഒരു ബാഗുമായിട്ടാ വന്നത്. അതവിടെ ഇല്ലെങ്കിൽ പോയെന്ന് ഉറപ്പിക്കാം. എടാ, ബാഗൊന്നും കാണുന്നില്ലല്ലോ. പോയെന്നാ തോന്നുന്നേ. ഇനി എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടാണോ പോയതെന്ന് ആർക്കറിയാം? അവൾ അങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന പെൺകുട്ടിയൊന്നും അല്ല. അത് നിനക്കെങ്ങനെ അറിയാം? എന്റെ അമ്മേ, എത്ര പെട്ടെന്ന് അവളിവന്റെ മനസ്സിൽ കയറി കൂടിയത്. ഞാൻ ഇതെല്ലാം അമ്മയോട് പറയൂടാ. ഏട്ടത്തി വെറുതെ അനാവശ്യം കാണിക്കരുത്. അപ്പച്ചി ഇത് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞാനിങ്ങോട്ട് വരില്ല. എന്റെ അമ്മയും അപ്പച്ചിയൊക്കെ 100-ൽ 100 മാർക്കാ നിനക്ക് തന്നത്. അനന്തുവേട്ടനായിരുന്നു അത്യാവശ്യം കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഈ കാര്യത്തിലൊന്നുമല്ല. ഫ്രണ്ട്സുമായിട്ട് കറങ്ങുന്ന നേരത്ത് ഒന്നും മിനുങ്ങും. ആവശ്യമെങ്കിൽ സിഗരറ്റും വലിക്കും. അതുപോലും ഇല്ലാത്തവനായിരുന്നു നീ. സൽസ്വഭാവി എന്ന് വിളിക്കുന്നവൻ. ഇതാണോടാ സൽസ്വഭാവം? എന്റെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. എടാ അരുണേ, എനിക്കിപ്പോ ഒരു കാര്യം ഉറപ്പായി. അവൾ ഒളിഞ്ഞു നോക്കിയ സമയത്തൊക്കെ നീയും അവളെ കണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഉറങ്ങിയ സമയത്ത് നിന്റെ അടുത്ത് അവള് വന്നിട്ടുമുണ്ട്. പറഞ്ഞു പറഞ്ഞു ഒരുപാട് മുകളിലോട്ട് പോകണ്ട. അയ്യോ, അതിരാവിലെ 4 മണിക്ക് എഴുന്നേക്കുന്നു, ചായ ഇടുന്നു, കുടിപ്പിക്കുന്നു. ഇതൊക്കെ പിന്നെ എന്തുകൊണ്ടാടാ? രാവിലെ നിനക്ക് ചായ വേണോന്ന് നീ അവളോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നേടത്തി, സത്യമായിട്ട് ഞാൻ അവളെ ഇവിടെ വെച്ച് കണ്ടിട്ട് കൂടിയില്ല. അമ്മയെ പിടിച്ചും മരിച്ചുപോയ നിന്റെ അച്ഛനെ പിടിച്ചും ഒക്കെ സത്യം ചെയ്യടാ. സത്യം ചെയ്. എന്നിട്ട് നിരപരാധിയാണെന്ന് എല്ലാവരെയും അറിയിക്കും. എന്നാലും എന്റെ കണ്ണിൽ പൊടിയിടാൻ പറ്റില്ലൂടാ. എല്ലാവരുടെയും കണ്ണുപിടിച്ച് നിങ്ങൾ എപ്പോഴോ കണ്ടു. എന്നിട്ട് പരസ്പരം മൊബൈൽ നമ്പർ കൈമാറി. എന്നിട്ട് വിളിയോട് വിളി. അവളെ ഞാൻ കുറ്റം പറയില്ല. വീട്ടു ജോലിക്ക് വന്നവളാ, കല്യാണം കഴിയാത്തവളാ. അവളെ ഫലമുള്ള കമ്പിലെ കല്ലെറിയൂ. ആ സമയത്ത് വീഴാതെ നോക്കേണ്ടതേ നീയാ. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലയ്ക്കാ കേട്. ഇവിടെ ഇല അവളല്ല, നീയാ. ഏട്ടത്തി വെറുതെ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. സംസാരിക്കൂടാ. കുറച്ച് ദിവസം കൂടി അവളിവിടെ നിന്നാലേ അബദ്ധം പറ്റിയാനെ. അങ്ങനെ അബദ്ധം പറ്റിയാലേ അവൾക്കല്ല കേട്, നിനക്കന്നാ പറഞ്ഞത്. അവളുടെ വീട്ടുകാരും ബന്ധുക്കളും വന്നു കഴിഞ്ഞാലേ അവളെ ഏറ്റെടുത്തേ പറ്റൂ. അതവൾക്കേ ലോട്ടറിയാ. ഞാനിപ്പോ കാര്യങ്ങളൊക്കെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? നീ എന്നെ ഒന്നും മനസ്സിലാക്കിപ്പിക്കണ്ടടാ. എല്ലാം കൈയോടെ പിടിച്ചവളാ ഞാൻ. പക്ഷേ നിന്നെ കൂടുതൽ നാണം കെടുത്തുന്നില്ല. ഇവിടുന്ന് ഇറങ്ങുന്നേ ഇനി അവളുടെ പിന്നാലെ പോവാതിരുന്നാ മതി. ഇത് വല്ലാത്തൊരു പരീക്ഷണമായി പോയല്ലോ. പിന്നെ ഇതുപോലൊരു പരീക്ഷണം ഇതുവരെ നടന്നിട്ടില്ല. ഇങ്ങോട്ട് വന്നിട്ടേ 2 ദിവസമേ ആയുള്ളൂ. അതിനുള്ളിൽ ഇത്രയൊക്കെ ഒപ്പിച്ചില്ലേ? അല്ല
അല്ലെങ്കിലും സൈലന്റ് ആയിട്ട് നടക്കുന്ന ആണിനെയും പെണ്ണിനെയാ സൂക്ഷിക്കേണ്ടത്. അവര് പുറമെ ഒന്നും മിണ്ടിയില്ലെങ്കിലും അവരുടെ മനസ്സിനകത്ത് എപ്പോഴും സംസാരമായിരിക്കും. കലബില എന്ന് മനസ്സ് ചെലച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എടാ, അവള് പോയിട്ടുണ്ടെങ്കിലേ നടന്നായിരിക്കും പോയിട്ടുണ്ടാവുക. പല ബസ് സ്റ്റോപ്പിലോ മറ്റോ കാണും. ഇനി നീ അവിടെ പോയി അവളെ കാറി കയറ്റി കൊണ്ടുപോകാനൊന്നും നിൽക്കണ്ട. എന്താടി ഇങ്ങോട്ട് ഓടിപ്പോരാൻ? ഇന്ന് ഞായറാഴ്ചയൊന്നും അല്ലല്ലോ. എന്താടി, എന്താ പറ്റിയേ? ഇനിയും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ചേച്ചി. പോകുന്നില്ലെന്നോ? നിന്നെ അവിടെ ആരേലും എന്തെങ്കിലും ചെയ്തോ? ആരും ഒന്നും ചെയ്തില്ല. പിന്നെ എന്താ കുഴപ്പം? എടി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാ തുറന്ന് പറ. നിന്നോട് അവിടെ ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയോന്ന്? ഇല്ല. ഓഹോ, ഇനി അതാണോ നിന്റെ കുഴപ്പം? അപ്പൊ ആരെങ്കിലും മോശമായിട്ട് അങ്ങോട്ട് പെരുമാറണമായിരുന്നോ? കയറി വരാൻ ഒരു വീടുണ്ടെങ്കിൽ ഇതൊക്കെ അടി കുഴപ്പം. ഒരിടത്ത് ഉറച്ചു നിൽക്കില്ല, ഓടി ഇങ്ങോട്ട് വരണമെന്ന് തോന്നും. മറ്റേതെങ്കിലും ഒരു വീട്ടിൽ എനിക്ക് ജോലി ശരിയാക്കി തരാൻ സുശീലേട്ടനോട് പറ, ഞാൻ പോയിക്കോളാം. അവിടെ എന്തായിരുന്നടി നിനക്ക് കുഴപ്പം? സമയത്തിന് എന്താ ഭക്ഷണം ഉറക്കൊന്നും നിനക്ക് കിട്ടുന്നില്ല? എന്താ അവിടെ പ്രശ്നം? അല്ലേ, നീ ഇങ്ങ് വന്നോ? ഓ, അവിടെ ഉള്ളവരെ കൊണ്ട് ഇവക്ക് ശല്യമൊന്നും ഇല്ലാന്നു, അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് പോന്നു എന്ന് വെച്ചാ എന്താ അതിന്റെ അർത്ഥം? മാന്യമായിട്ട് ജീവിക്കുന്നവരുടെ വീട്ടില് ഇവക്ക് ജോലി ചെയ്യാൻ വയ്യ. ഇനി എന്തായാലും മോഷ്ടിച്ചോണ്ടാണോടി വന്നിരിക്കുന്നേ? പറയാൻ പറ്റില്ല സുശീലേട്ടാ. ഒരുത്തന്റെ കടയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചപ്പോഴല്ലേ അവനാ കച്ചവടം ഉണ്ടെന്നറിഞ്ഞത്. അതുപോലെ ഇവിടെ പോലീസുകാർ വരുമ്പോഴായിരിക്കും തൊണ്ടി മുതലുമായിട്ടാ ഇവള് വന്നേക്കുന്നേന്ന് നമ്മൾ അറിയാൻ പോകുന്നേ. ചുമ്മാതിരിക്കന്റെ പപ്പിനി. മോള് മോഷ്ടിക്കത്തില്ലാന്ന് മുഖം കണ്ടറിയത്തില്ലേ? എന്താ പറ്റി കാർത്തു? അവരൊക്കെ നല്ലവരാ. എന്നോട് വലിയ സ്നേഹമായിരുന്നു ആ അമ്മയ്ക്കൊക്കെ. കേട്ടല്ലോ പറഞ്ഞത്. ഇതാ എനിക്ക് പിടിക്കാത്തത്. അവരൊക്കെ സ്നേഹിച്ചതാ ഇപ്പൊ വലിയ കുഴപ്പമായി പോയത്. നീയൊന്നും മിണ്ടാതിരിക്കന്റെ പപ്പിനി. കാർത്തു, സ്നേഹിച്ച കൂട്ടത്തില് അവിടത്തെ ആണുങ്ങൾ ആരെങ്കിലും മോളെ സ്നേഹിക്കാൻ വന്നായിരുന്നോ? അല്ല, കെട്ട് കഴിഞ്ഞ ഒരുത്തൻ അവിടെ ഉള്ളത്. പിന്നെ അതിന് താഴെ ഒരുത്തൻ. അവൻ അവധി ദിവസങ്ങളിൽ വീട്ടിൽ വരുമെന്നാ പറഞ്ഞത്. അവനെങ്ങാനും വന്ന കൂട്ടത്തിൽ നിന്നോട് സ്നേഹം കാട്ടിയായിരുന്നോ? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തിനാടി നീ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? പിന്നെ വേണ്ട കാർത്തു, നീ അകത്തോട്ട് പോ. നിങ്ങൾ എന്താലോചിച്ചിട്ട് ഇവിടെ അകത്തേക്ക് വിടുന്നേ? എന്തായാലും ഇവിടെ നിർത്തത്തില്ല. നിനക്ക് അതുപോലെ. മോളെ കാർത്തു, മോൾ അകത്ത് പോ. ചെല്ല്. നിങ്ങൾ എന്താ മനുഷ്യയെ കാണിക്കുന്നേ? എടി, കിടന്ന് ചാടണ്ട. ഇപ്പൊ അവളെ പോലൊരു പെൺകുട്ടി എനിക്ക് ആവശ്യമുണ്ട്. എന്താ? അയ്യോ, ആ അർത്ഥത്തിലല്ല.